കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും ജില്ലാ പ്രസിഡൻറ്റും, എറണാകുളം ജില്ലാ പ്രസിഡൻറ്റും, അതുപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമ ദഅ്വ കമ്മിറ്റിയുടെ ഡയറക്ടറും സിറാജ് പത്രത്തിൻ്റെ എറണാകുളം ബ്യൂറോ ചെയർമാനുമായ ദാരിമി ഉസ്താദാണ് അലി ദാരിമി ഉസ്താദാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ വളരെ കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ലോകം മുഴുവനും വളരെ ഭീതിതമായൊരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്, ഒരു യുദ്ധത്തിൻ്റെ നില. ഈ സമയത്ത് സമുദായത്തോട് അല്ലെങ്കിൽ ലോകത്തോട് ഉസ്താദിന് നൽകാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ സന്ദേശം എന്താണ്? യുദ്ധത്തെ ഒരു ഭീതിയോടെ തന്നെയാണ് ലോകം മുഴുവനും നോക്കിക്കാണുന്നത്. അത് ഏത് രാജ്യങ്ങൾ തമ്മിലായാലും ഏത് മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തായാലും ഒരു ഭീതിതമായ ഒരവസ്ഥയാണ് യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല. ഏതെങ്കിലും നിലക്ക് ഇതിന് ഒരു സമവായമുണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരണം എന്നതാണ് ആദ്യമായി നമുക്കൊക്കെ ആശിക്കാനുള്ളത്, ആഗ്രഹിക്കാനുള്ളത്. അതേ സമയത്ത് യുദ്ധം നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും അതുപോലെ കർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടം ഏതെങ്കിലും വന്നാൽ, ഇസ്ലാമിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ധർമ്മസമരത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അവസരം കൊടുത്തു എന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് ഫലാ തഅ്തദു, നിങ്ങൾ അതിര് വിട്ട് കിടക്കരുത്, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെ അതിര് വിട്ട് കിടക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടൂല, അള്ളാഹു ഒരിക്കലും അവരെ ഇഷ്ടപ്പെടൂല. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഘട്ടത്തിൽ പോലും, അതായത് നിർബന്ധ സാഹചര്യത്തിൽ യുദ്ധത്തിന് അനുവാദം കിട്ടിയപ്പോൾ പോലും ഇസ്ലാമികമായ മാനം വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വൃദ്ധന്മാരുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ സസ്യലലാദികളുണ്ട്. ഇവകളെ ഒന്നും ഉപദ്രവിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ ആക്രമിക്കാനുള്ള ഒരു അവസരം ആണ് ഇസ്ലാം തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നാം പരിശോധിക്കുമ്പോൾ യുദ്ധം എന്നുള്ളത് അത് വളരെ കൃത്യമായി, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത വിധത്തിലായിരിക്കണം അത് നടക്കേണ്ടത്, ഒരു അതിരുവിട്ട് കിടക്കാത്ത വിധത്തിലാകണം ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞു മക്കളെ കൊലപ്പെടുത്തുന്നത് ഉൾപ്പെടെ എത്രയോ മനുഷ്യർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു യുദ്ധമായി മാറുമ്പോൾ തീർച്ചയായും നമുക്കതിൽ ആശങ്കയുണ്ട്. എല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ യുദ്ധത്തെ എത്രയും പെട്ടെന്ന് സമാധാനപരമായ ഒരു അവസരത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ പ്രവാസ ലോകം മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇങ്ങനെയുള്ള രാവുകളിൽ നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവേ, ഈ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് നീ മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്.